അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേനും വിൽക്കേണ്ട അവസ്ഥ വന്നു. കാരണം ആക്ച്വലി നമ്മളെ പർപ്പസ് അനുസരിച്ചാണ് ഇത് നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ആ ഒരു ലാപ്ടോപ്പ് തന്നെ ആൾക്ക് വേണ്ടി വരും എന്തായാലും. എന്നാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന സംഗതി ഉണ്ട്. അങ്ങനത്തെ ലാപ്ടോപ്പ് എടുക്കുന്ന ആളുകൾ ഭാവി കണ്ടിട്ട് പോകണം ഈ ലാപ്ടോപ്പ് എടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പിന്നീട് പെട്ടെന്ന് മാറ്റം വരുത്തേണ്ടി വരുമോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ ഒരു സംഗതിയിൽ ഇപ്പം എൻ്റെ അനിയനൊക്കെ ആർക്കിടെക്റ്റാണ്. അവരൊരു 80K പ്രൈസ് വരുന്നൊരു ലാപ്ടോപ്പ് ഫ്രഷ് പർച്ചേസ് ചെയ്തു. അവർ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എടുത്തതാണത്. ആ ലാപ്ടോപ്പ് അപ്പോൾ അവർക്ക് അത് കൊണ്ടുപോയി ഉപയോഗിക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേനും വിൽക്കേണ്ട അവസ്ഥ വന്നു. കാരണം അവർക്ക് പഠിക്കാനായിരുന്നു അത് പറ്റുക. വർക്ക് ചെയ്യുന്ന സമയമായപ്പോഴേക്കും അത് മാറ്റം വരുത്തേണ്ടി വന്നു. അപ്പോൾ നമ്മളെ ഉപയോഗം ആവശ്യം നോക്കുകയും വേണം. ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെയും ഡെസ്ക്ടോപ്പിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്ന് ലാപ്ടോപ്പ് പോർട്ടബിലിറ്റിയാണ്, കൊണ്ടുനടക്കാനുള്ള മൊബൈലിറ്റി ആണല്ലോ ഏറ്റവും. പിന്നെ ഡെസ്ക്ടോപ്പിൻ്റെ കേസ് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് തന്നെ നമ്മൾ ഒരു 50,000 രൂപയ്ക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതേ 50,000 രൂപ കൊടുത്തൊരു ഡെസ്ക്ടോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ലാപ്ടോപ്പിനേക്കാൾ ബെറ്റർ പെർഫോമൻസും സ്പെക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ആ പ്രൈസിങ് തന്നെ. അപ്പോൾ ഡെസ്ക്ടോപ്പ് പ്രിഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ ഡെസ്ക്ടോപ്പ് എടുക്കുന്നതാണ്. കാരണം ലാപ്ടോപ്പിനേക്കാൾ ബിൽഡ് ക്വാളിറ്റി ഡെസ്ക്ടോപ്പിന് കിട്ടുന്നുണ്ട്, ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട്, പെർഫോമൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് നിർബന്ധമായിട്ട് എനിക്ക് ലാപ്ടോപ്പ് പറ്റുമെന്നുള്ളവർ മാത്രമേ ലാപ്ടോപ്പ് എടുക്കാവൂ.